ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പൂജയും മതവും വന്നിട്ട് ഇങ്ങനെ അഞ്ജനയെ രക്ഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ അരവിന്ദൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുകയാണ്. നല്ല അവിടെ ഇരിക്കുന്ന ഫ്ലവർ പൂജ വെച്ചിട്ടൊക്കെ പൂജ ഇങ്ങനെ ഒരുപാട് അടിക്കാനിട്ട് ഈ സമയം അരവിന്ദൻ പറയുന്നുണ്ട്, എന്നെ അടിക്കല്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ മധുവിന് ദേഷ്യവും വാശിയും നിൽക്കില്ല. മധു ആ ബാഗ് എടുത്ത് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പൂജ വാ എന്ന് പറഞ്ഞിട്ട് അഞ്ജനയെ പുറത്ത് കൊണ്ടുപോകാണ് കേട്ടോ. അങ്ങനെ അഞ്ജനയോട് പറയാണ്, അമ്മയെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള സത്യം അറിഞ്ഞത് ഹോസ്പിറ്റലിൽ നിന്നാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടെയുള്ള ഒരു നഴ്സാണ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്, അഞ്ജനാമ്മയെ ഇങ്ങനെ ഒരാൾ കൊണ്ടുപോയിട്ടുണ്ട്, അവരുടെ ഭർത്താവാണെന്നാണ് പറഞ്ഞു തന്നാൽ അവരോട് ഒപ്പിട്ട് തരാൻ പറഞ്ഞപ്പോൾ അവർ ഒപ്പിട്ട് തന്നില്ല. അയാളുടെ ഒപ്പമുള്ള 2 പേർക്കും എന്തൊക്കെയോ ചുറ്റിക്കളി ഉള്ളത് മുഖത്ത് തന്നെ എഴുതിയിരിക്കുന്നു. എന്നാൽ അഞ്ജനക്കാണ് നിർബന്ധം ഇവിടെ നിന്ന് പോകണമെന്ന്, അതുകൊണ്ടാണ് പറഞ്ഞു വിട്ടത് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഈ സമയം എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ വീട്ടിലോട്ടാണ് എന്നാണ് പറഞ്ഞത്. ഒരു വയസ്സനായ ഒരാളുണ്ട്, അവരുടെ വീട്ടിലോട്ടാണെന്ന് പറയുമ്പോൾ പൂജ പറയണേ, മധുവൻ്റെ എനിക്ക് ആ വീട് അറിയാൻ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറയണേ. അപ്പോൾ ഈ സമയം അഞ്ജന ഈ കഥകളൊക്കെ കേട്ടിട്ട് അഞ്ജന പറയാണ്, മോളെ ഒരുപാട് നന്ദിയുണ്ട്, ഈ അമ്മയെ നീ രക്ഷിച്ചതിൽ അമ്മ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടാ. അപ്പോൾ അഞ്ജന പറയണേ, അഞ്ജനയോട് പൂജ പറയണേ, അമ്മ അങ്ങനെയൊന്നും പറയരുത്, കാരണം എൻ്റെ അമ്മയല്ലേ, എൻ്റെ അമ്മ എൻ്റെ മുന്നിൽ ഇങ്ങനെ കരയരുത്, എന്നെ ഒരുപാട് മകളായി സ്വന്തം നോക്കിയതല്ലേ, എന്നിട്ട് എൻ്റെ അമ്മ ഒരു അപകടത്തിൽ പെട്ടെന്ന് അറിഞ്ഞാൽ എനിക്ക് അതിൻ്റേതായ വിഷമമില്ല, അമ്മ വാ നമുക്ക് പോവാമെന്ന് പറയണേ. അപ്പോഴേക്കും എങ്ങോട്ടാണ് പോകുന്നത്, എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് പറയണേ. അപ്പോൾ ഉടൻ തന്നെ അഞ്ജന പറയണേ, ഞാൻ വരുന്നില്ല എന്ന് പറയണേ. അപ്പോൾ ഇത് കേൾക്കുന്ന മധു പറയണേ, ആദ്യത്തിലൊക്കെ നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം കുടുംബമൊക്കെ തകർത്ത് നിങ്ങളാണെന്ന് അറിഞ്ഞ് കേൾക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യവും എന്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നിങ്ങളോട് സഹതാപമാണ് തോന്നുന്നത്. അപ്പോൾ അഞ്ജന പറയണേ, എന്നോട് ആരും സഹതാപം ഒന്നും തോന്നണ്ട, പക്ഷേ എന്നെ തെറ്റായ കണ്ണിലൂടെ നിങ്ങൾ ഒരിക്കലും കാണരുത്. ഒരു പെണ്ണും ആണും ഒരു ചില നിമിഷങ്ങളിൽ സ്നേഹിച്ച് പ്രണയിച്ച് ഒന്നായി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് പിന്നീട് എങ്ങനെയൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ജീവിതം നഷ്ടപ്പെട്ടു പോയി, അതിൻ്റെ പേരിൽ ഇത്രയും പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നതിൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പും ദേഷ്യമൊന്നും തോന്നരുത്, ആ കണ്ണിലൂടെ ഇപ്പോൾ കാണുന്നില്ല. അപ്പം അത് പറയണേ, ഞാൻ എൻ്റെ ചേച്ചിയുടെ ജീവിതം തകർത്ത് നിങ്ങളെ കണ്ടാൽ എനിക്കും തകർക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കിപ്പോഴതില്ല എന്ന് പറയണേ. അപ്പോഴേക്കും പൂജ പറയണേ, എനിക്കിപ്പോൾ വരാമേ, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അരവിന്ദൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ അരവിന്ദൻ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ അരവിന്ദൻ ആ വേദന സഹിക്കാതെ ഇങ്ങനെ കിടന്ന് പിടയാണ്. അപ്പോഴേക്കും പൂജയുടെ വരവ് കാണുമ്പോൾ അരവിന്ദനെ ആകെ പേടിയാവാണ്. അപ്പോൾ ഉടൻ തന്നെ അരവിന്ദൻ എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ ഉടൻ തന്നെ പൂജ പറയണേ, നിങ്ങളെ ഞാൻ ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ഒരു പണി ചെയ്യണം, ഇനി എൻ്റെ അമ്മയുടെ പിറകെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ഇനി സഹിക്കില്ല. അപ്പോൾ ഉടൻ തന്നെ അരവിന്ദനോട് പറയാണ്, റാണിയെ കണ്ടെത്തിയ തൻ്റെ ഈ സ്വത്തുക്കളോടുള്ള പ്രാന്തുണ്ടല്ലോ, അവൾ എഴുതി തരാൻ തയ്യാറാണെങ്കിൽ എൻ്റെ അമ്മയും എഴുതി തരുമല്ല, എൻ്റെ അമ്മയെ ഇനി പീഡിപ്പിച്ച് ഞാൻ കണ്ടു നിൽക്കില്ല, മകളായി ഞാൻ തന്നെ നിൽക്കുമെന്ന് പറയുമ്പോൾ മധു ഓടി വരികയാണ്. മധു പറയണം, അവന് ഇങ്ങനെ ഒന്ന് കൊടുത്താൽ പോരെ, 4 കൊടുക്കണമെന്ന് പറഞ്ഞു. മധു ഇങ്ങനെ അടിക്കാൻ നോക്കുമ്പോൾ വേണ്ട ആൻറ്റി ഇങ്ങ് പോന്നേക്ക് എന്ന് പറയാണ്. പിന്നീട് പുറത്ത് കിടന്ന അഞ്ജന പറയണേ, മോളെ എനിക്ക് നല്ല വിഷമമുണ്ട്, ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത് തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ആ തെറ്റ് അറിഞ്ഞിട്ടാണ് അയാൾ എന്നെ വിവാഹം കഴിച്ചത്, പക്ഷേ അതിൻ്റെ പേരിൽ പിന്നെയും എന്നെ ഇന്നേ വരെ ചൂഷണം ചെയ്തിട്ടേ ഉള്ളൂ, എൻ്റെ മക്കളെ പോലും അയാൾ എന്നിൽ നിന്ന് തട്ടിയെടുത്ത് അവരെ നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ള വാക്കുകളൊക്കെ പറയാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ പ്രിയയാണ് കാണിക്കുന്നത്. പ്രിയ സ്നേഹസദനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സമയം ഇവിടെ ഇങ്ങനെ സ്നേഹസദനത്തിൽ ഇങ്ങനെ വസന്തൻ ശ്രദ്ധിക്കുകയാണ്, ഇവളെന്താ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി വസന്തൻ പ്രിയ അറിയാതെ പ്രിയ ഇങ്ങനെ ഫോളോ ചെയ്യാണ്. അങ്ങനെ പിന്തുടരുമ്പോൾ പ്രിയ അവിടെയുള്ള പൂന്തോപ്പിലോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു ചെടിച്ചട്ടിയിലെ മണ്ണിങ്ങനെ മാന്തുന്നത് വസന്തൻ കാണുകയാണ്. അപ്പോൾ ഇവളെന്തായി ചെയ്യുന്നത് എന്നറിയാൻ വസന്തൻ പ്രിയയുടെ പിന്നിൽ നിൽക്കുന്നു. അങ്ങനെ പ്രിയ വീണ്ടും ഒരു ചെടിച്ചട്ടിയിലെ മണ്ണിങ്ങനെ മാന്തി എടുക്കുമ്പോൾ അതിൽ നിന്നും ഒരു കവറിൽ കുറേ പേപ്പറും മൊബൈലും ആക്കിയിട്ടുള്ള ഒരു ഇത് എടുക്കുകയാണ്. അതിൽ നിന്നും പ്രിയ എന്ത് ചെയ്യുന്നു, ആ കവറിൽ നിന്നും ആ മൊബൈലും പേപ്പറും എടുത്തതിന് ശേഷം കുറച്ച് പേപ്പേഴ്സ് അതിൽ നിന്ന് എടുക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ മറിച്ചിട്ട് തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വസന്തം മാറി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ ബാക്കിയുള്ള തെളിവുകളെല്ലാം അതിൽ തന്നെയാണ് കുഴിച്ചിടുകയാണ്. അപ്പോൾ ആടി നിൻ്റെ രഹസ്യ കലർവേറ ഇതായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി വേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് വസന്തൻ പിറുപിറ പറയാണ്. അപ്പോഴേക്കും പ്രിയ ചെടിച്ചട്ടിയിൽ അത് കുഴിച്ചിട്ട് എണീക്കാൻ നോക്കുമ്പോഴേക്കും വസന്തൻ അവിടെ നിന്ന് ഓടി ഇപ്പുറത്തെ സൈഡിലോട്ട് ഒളിക്കുന്നു. അങ്ങനെ പ്രിയ വസന്തൻ നിന്നിരുന്ന ആ ഭാഗത്തോട്ട് പോവാണ്. അപ്പോഴേക്കും വസന്തന് ഓടി വന്ന് ഈ ചെടിച്ചട്ടിയിലോട്ട് ഓടി വന്ന് ഈ മണ്ണ് മാന്താൻ ശ്രമിക്കുമ്പോൾ മല്ലിക കണ്ടുവരികയാണ്. അങ്ങനെ മല്ലിക ചോദിക്കുകയാണ്, എന്താ വസന്ത നീ കാണിക്കുന്നത്? അതെ, അവളില്ലേ ആ പ്രിയ, അവളുടെ രഹസ്യ കലവറ ഞാൻ കണ്ടുപിടിച്ചു. എന്ത് കലവറ എന്ന് പറയുന്നു ആ മണ്ണ് മാന്താണ്. അപ്പോൾ ആ മണ്ണിൽ നിന്ന് മൊബൈലും ഈ കവറും കാണുമ്പോൾ മല്ലികക്ക് ദേഷ്യം പിടിക്കുന്ന, അവളുടെ കലവറ ഞാൻ കാണിച്ചു തരാം,
ഇതിൽ നിന്ന് കുറച്ച് പേപ്പർ എടുത്ത് അവളുടെ റൂമിലോട്ട് പോയി. അവളുടെ റൂമിൽ എന്തൊക്കെ കൊണ്ടുവെക്കാനാണ് പോയിരിക്കുന്നത്. അപ്പം മല്ലിക പറയാണ്, അവളെ ഞാൻ ജയിലിലോട്ടല്ല ഇനി പറഞ്ഞയക്കുന്നത്, പരവൾ കഴിയുമ്പോഴേക്കും അവളെ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ കൊല്ലുമെന്ന് മല്ലിക പറയാണ്. അപ്പോൾ വസന്തം പറയാണ്, അവയെ ഒന്നും കാണിക്കല്ലേ, ഇപ്പോൾ എല്ലാം പുറത്ത് കൊണ്ടുവരിക എന്നാണ് നമ്മുടെ ലക്ഷ്യം. അവളെ തകർക്കണം, അതിന് നമ്മൾ അവളെ പിന്തുടരുന്നുണ്ടെന്നുള്ള തോന്നൽ അവളിൽ ഉണ്ടാക്കരുത് എന്നിങ്ങനെ വസന്തം പറയുന്നു. പിന്നീട് പൂജ തൻ്റെ വീട്ടിലോട്ട് അഞ്ജനയും കൊണ്ട് ഇറങ്ങി വരികയാണ്. അങ്ങനെ അഞ്ജനാമ്മ ഇതാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞ് ഇറക്കുകയാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച, അഞ്ജന കാണുന്ന കാഴ്ച നന്ദഗോപനെയായിരിക്കും. നന്ദഗോപനെ കാണുന്ന അഞ്ജന ആകെ ഞെട്ടിപ്പോവാണ്. നന്ദഗോപനെ ഞെട്ടിപ്പോവാണ്. തനിക്ക് കാണാൻ പറ്റാത്ത ആ ഒരു രംഗം തൻ്റെ കൺമുന്നിൽ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തളർന്ന് അഞ്ജനയുടെ അരികിലോട്ട് നന്ദഗോപൻ വരികയാണ്. അപ്പോൾ ഈ സമയം നന്ദനയാണെങ്കിലും അഞ്ജന ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ പൂജ തൻ്റെ അമ്മയെയും അച്ഛനെയും ഇങ്ങനെ നോക്കുകയാണ്. അതായത് അഞ്ജനയും നന്ദഗോപനെയും ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഹിമവെട്ടാതെ നന്ദഗോപൻ ഇങ്ങനെ അഞ്ജനയുടെ അടുത്ത് തൊട്ടരികിലോട്ട് വന്നിട്ട് തൻ്റെ വീട്ടിലോട്ട് ഒരു നോട്ടം നോക്കുന്നു കേട്ടോ. ഈ ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്.